നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ കൃഷിയാണ്. കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ വീട്ടിൽ തക്കാളിക്ക വെണ്ടയ്ക്ക ഒക്കെ നമ്മുടെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഞങ്ങളെയും കാണിച്ചു തരാമോ എന്ന്. പക്ഷെ അപ്പോൾ എനിക്ക് കുറേ ഷൂട്ടൊക്കെ ആയിട്ട് ഇതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും മേളിൽ ഉള്ള കൃഷിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ആള് അച്ഛനാണ്. ഞങ്ങൾ വിളവെടുപ്പിന് വേണ്ടി വന്നതാ. എന്താ അച്ഛൻ്റെ അഭിപ്രായം? ഉറപ്പായിട്ടും നേരത്തെ ഇതിപ്പോ മഴ കാരണം കുറഞ്ഞു അല്ലേ? നല്ല വിളവുണ്ടായിരുന്ന പാടമാണിത്. കാണിച്ചു തരാം. ഞങ്ങളുണ്ടല്ലോ ഈ കൃഷിത്തോട്ടത്തിന്റെ ഒക്കെ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ FB-യിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു മണ്ടയിൽ എന്താണ് മണ്ടി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മണ്ടയിൽ വെണ്ടകളാണ്, കണ്ടോളൂ എന്ന്. അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. വെണ്ടകൾ മാത്രമൊന്നല്ല കേട്ടോ, കൊറേ പരിപാടിയുണ്ട്. ഇത് അച്ഛൻ ഇതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള പച്ചക്കറിയിലും കൂടുതൽ പച്ചക്കറി നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെണ്ടയ്ക്കുണ്ട്, കോവയ്ക്കുണ്ട്. ഇവിടുത്തെ തക്കാളി കിട്ടില്ല. ഇവിടുത്തെ തക്കാളി കറിക്കകത്തൊക്കെ ഇട്ടാലുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന പോലെ കിട്ടും ഇവിടുത്തെ തക്കാളി. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കാണിച്ചു തരാം. നമ്മളിന്ന് നമ്മുടെ വിളവെടുപ്പ് ദിവസം സാധാരണ ഇവിടെ ഇതിലും ഒത്തിരി കൂടുതലുള്ളതാ. പക്ഷെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറെ വെള്ളം കയറി. വെള്ളത്തിന് മാത്രമല്ല ഇവർക്ക് പ്രായമായി. അച്ഛനും അച്ഛന് പ്രായമായി. ഇതുകൊണ്ട് പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 32 ഞാൻ വെച്ചു 18 എന്റെ അനിയനെ ഇതാ കേട്ടോ ഞങ്ങളുടെ വെണ്ട. അച്ഛൻ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, ഈ കളർ വെണ്ട മൂത്ത് പോകുമ്പോഴാണോ ഈ കളർ? ഞാൻ വിചാരിച്ചറിയോ, ഞാൻ സാമ്പാറിന്റെ നീ കളർ കിട്ടിയപ്പോ ഞാനെടുത്ത് കളഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇത് മറ്റേ മൂത്ത് പോയതാണ്. ഈ വെണ്ട പ്രത്യേകത ഇതിപ്പോ ചുവപ്പ് വെണ്ടയാണ്. പക്ഷെ ഇവൻ മറ്റേ പ്രായം തെളിഞ്ഞ് സ്വർഗരാജ്യം സമീപിക്കാറായി നിൽക്കുക. പക്ഷെ ചെറുപ്പക്കാരെ കാണിച്ചു ഇതുണ്ടോ, ഇവിടെ നോക്കി നിർവ്വാണം സംഭവിച്ചു നിൽക്കുകയാണ്. ഇതുണ്ട്, ഇത് കണ്ടോ ചെറുപ്പക്കാരെ നിൽക്കുന്നത് കണ്ടോ, നല്ല കണ്ടോ ചെറു പ്രായക്കാരൻ കണ്ടോ ചോപ്പൻ. ഓക്കെ, അപ്പൊ ഇത് വേറെ കളറാ. ഓ, നിങ്ങളുടെ എവിടെ ഉണ്ടോന്ന് പറയണേ കേട്ടോ. ചുമപ്പ് കളർ വെണ്ടയ്ക്കാ. ഇതൊന്ന് തിന്നു നോക്കി, പച്ചക്കുന്ന ഭയങ്കര പക്ഷെ കടിച്ചു നോക്കി അപ്പൊ അറിയാലോ നേരാണോ അല്ലയോ. കടിച്ചു നോക്കി തിന്നു നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം. ശരിക്കും പച്ചക്ക് തിന്നു ഇച്ചിരി കേറ്റി കടിച്ചു നോക്കി. അത്ര കുഴപ്പമില്ല. കടിച്ചപ്പോ നല്ലായിരുന്നു. സാമ്പാറിലിട്ട എടുത്ത് കളയുന്ന വെണ്ടയ്ക്ക അവള് പച്ചക്ക് തിന്നു. അതെ, ഈ അച്ഛൻ പറയുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിക്കും. അച്ഛൻ എന്നാ പച്ചക്കറി കൊടുത്താലും ചക്കയുടെ മടല് വരെ തിന്നുമെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ എന്നാ പച്ചക്കറി കൊടുത്താലും അച്ഛൻ തിന്നോളും. പക്ഷെ ഞങ്ങൾ ഇവിടെ പാത്രത്തിൽ എടുത്തോണ്ട് പോവാം. ഞാനും അമ്മയും. അയ്യോ, എന്റെ അമ്മയും അങ്ങനെയാട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഒത്തിരി കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് ഇച്ചിരി കുറഞ്ഞു. തക്കാളിയൊക്കെ അണ്ണാൻ തിന്നോ? എന്നാച്ച പറഞ്ഞ ഇവിടെ കുറച്ച് അക്രമകാരികളുണ്ട്. അതെ, അച്ഛന്റെ സാധനമൊക്കെ അണ്ണാൻ തക്കാളിക്ക്. നമ്മള് മറ്റേ അവിടെ പോയില്ലേ, ഞങ്ങള് വണ്ടൻമേട് പോയില്ലേ, ആ സമയത്ത് ഇവിടുത്തെ തക്കാളിക്കകള് കൊറേ അണ്ണാൻ തിന്നു. എനിക്ക് തക്കാളിക്ക് ഫേവറേറ്റ് കൊടുത്തു. ഒരു വെണ്ടയ്ക്ക അതായോ? കുറച്ചുകൂടെ കഴിയും. പിന്നെ വേറെ ഇത് സൂചിച്ചു നോക്കി, ഇതുണ്ടോ നല്ല ഇടുക്കാച്ചി മറ്റേ ഉണ്ടമുളക് കണ്ടോ, നല്ല എരിവുള്ള ഉണ്ടമുളക് നിൽക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, സൂപ്പർ. വേറെ തരം വെണ്ടയുണ്ടേ. ഇന്ത്യക്ക് പ്രത്യേകത എപ്പോഴും എന്ന് പറഞ്ഞാൽ വലിയ പെട്ടെന്ന് കായ ഉണ്ടാകുന്നു പറഞ്ഞാൽ. അതുപോലെ മറ്റേ ആ വെണ്ടയില്ലേ, ആ വെണ്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കായ ഉണ്ടാകൽ ഇച്ചിരി പണിയാ. ഏതാ ഇതിന് കൊറേ ഉണ്ടാവോ? സാധനമൊക്കെയാണ് ഇതിന്റെ പേരെന്ന് പറയത്തില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടതാണേ. ആ കാളക്കൊമ്പൻ എന്ന് പറയുന്നത് വെച്ചിട്ടേ ഉള്ളൂ. ഇത് അതിന്റെ തയ്യാ. ഇത് കണ്ടോ ഈ വാട്ടർ ഹീറ്ററിന്റെ അപ്പുറം ഇരിക്കുന്നത്. അത് വലുതായി വരുമ്പോ നമ്മൾ വീണ്ടും കാളക്കൊമ്പൻ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഇതെന്നാ സംഭവം? ഇതെന്നാണെന്നറിയോ, നമ്മുടെ ഈ വാട്ടർ ടാങ്ക് ഇല്ലേ, അതിനകത്ത് നമ്മൾ ചില ഫിൽറ്ററും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് മൂടി വെള്ളം കിട്ടാമെങ്കിൽ ഇവിടെ എല്ലാം ഇതെല്ലാം ചെയ്തേക്കുന്നുണ്ടോ കുറെ പദ്ധതി. അതായത് ഇത് നമ്മുടെ നല്ല വെള്ളം ഇവിടുത്തേത്. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കരടൊക്കെ വന്നാലും വെച്ചൊരു ഫിൽറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നേരെ ഇവിടെ വെള്ളം വരുന്ന ഇവിടെ ഉണ്ടല്ലോ, ഈ ഓവർഫ്ലോ ആയി കൊണ്ടിരുന്നേക്കുന്ന ചെറിയൊരു ടെക്നിക്ക് ഇവിടെ. ഈ പൈപ്പ് കണ്ടോ, ഈ ഓവർഫ്ലോ വെള്ളം ഇതിനകത്ത് ഓവർഫ്ലോ വരുവാണെങ്കിൽ
വരാൻ സാധ്യതയില്ല, കാരണം ഓട്ടോമാറ്റിക് ആണ് ഈ സാധനം. ചില സമയം ഓവർഫ്ലോ വരും. അപ്പൊ ഇത് വന്നു ഈ വെള്ളം ഇവിടെ എല്ലാം വീഴും, മനസ്സിലായില്ലേ? ഈ ചെടിയിലോട്ടെല്ലാം ഈ ചെടിക്ക് കിട്ടിക്കോളും ആ വെള്ളം. ഓട്ടോമാറ്റിക്കലി ഇത് എന്നാ ചെയ്യും, നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ടത്, എപ്പോഴും ഇങ്ങനെ നിൽക്കും, മനസ്സിലായോ? അതൊരു AI ആണ്. അനൂപ്സ് ഐഡിയ. ഇതാണ് അതൂട്ടന്റെ ബ്രിഞ്ചാൾ. അതോടെ പറയുന്ന ബ്രിഞ്ചാൾ. ഇന്ന് ബ്രിഞ്ചാളാണോ അമ്മേ? കാരണം ഇത് ചെയ്തേക്കുന്നുണ്ട്, ഇതിന്റെ വേരെല്ലാം നമ്മൾ ഇതിന്റെ അടി അറ്റാച്ച് ചെയ്തിരിക്കും. കാണിക്കാൻ പറ്റുമോ? കാണുന്നുണ്ട്. ഈ താഴെ കണ്ടോ, താഴോട്ട് വേര് ഇറങ്ങി. അപ്പൊ ഈ നനവും ഇതെല്ലാം കൂടെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് നിൽക്കും, മനസ്സിലായി? നമ്മൾ ഓരോ സ്പേസിൽ ഇങ്ങനെ കിട്ടാവുന്ന പോലൊക്കെ ഓരോന്ന് കയറ്റി വെച്ചിട്ട്, മനസ്സിലായി? എന്ന് പറഞ്ഞാൽ പറ്റുന്നതല്ല, അതിന്റെ അവിടെ ഇവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള ചെടികളും നമ്മൾ അവിടെ ഇവിടേക്ക് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഉണ്ട് വേറെ ചേച്ചി, ഒരു സൈസ് വേറെ ഉണ്ടല്ലോ, ഒരു പ്രത്യേകതരം വെണ്ടയുള്ളൂ, അല്ല ഇതിനെന്നാ പാവലുണ്ട്. ഈ പാവയ്ക്കയുടെ പ്രത്യേകത കുഞ്ഞ്, ഇതിപ്പോ പഴുത്തു പോയി, ഇതുണ്ട് കുഞ്ഞി പാവയ്ക്ക, അതായത് കാട്ടുപാവല ഈ സാധനം. ഞാനൊരു നമ്മുടെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിലെ വെച്ച് മലനാട്, എവിടെയാ? അടിവാരത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ. ഭയങ്കര ടേസ്റ്റുമാണ്, അപാരമായ ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ വലുതും ഉണ്ടായിരുന്നു, താഴെ വലുതുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത് എപ്പോഴും ഇത് കൂടുമൊന്നും വേണ്ട, തന്നെ ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ പഴുത്തു പോയി, അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, കുറേ ഉണ്ടാവും ഇത് കൂട്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളിക്ക് അവിടെ പറിക്കാനുണ്ട്. എന്റെ ഫേവറേറ്റ്. ഒന്നാമത്തെ ആക്രമണം കാരണം പാവം എല്ലാ തക്കാളിക്ക്. അച്ഛാ, അപ്പൊ ഈ തക്കാളിക്ക് പഴുക്കണ്ടേ? നമുക്ക് അത് ഇല്ലല്ലേ, അണ്ണാൻ തരുവില്ല. പഴുക്കുന്നതിന് മുന്നേ അണ്ണാൻ. ഞാൻ മുമ്പേ ഉച്ചയ്ക്ക് മുമ്പ് കുറച്ച് പഴുത്തത് പറിച്ചായിരുന്നേ. നല്ല തക്കാളിക്ക് കേട്ടോ, ഇത് നല്ല രുചിയാ. ഇത് മധുരം ഇട്ട് തിന്നാനും നല്ല ടേസ്റ്റ്. അല്ല, ഇതല്ല പഴുത്ത തക്കാളി ഇവിടത്തെ പച്ച. ഇത് പച്ച തക്കാളിക്കറി വെക്കാൻ നല്ലതാ ഈ പച്ച. അമ്മ മറ്റേ പുളി വെച്ചുണ്ടാക്കുന്നല്ലേ, അത് നല്ല മീനില്ലാത്ത ഒരു മീൻകറി, അത് നല്ല രുചിയാ അതിന്. അതിനകത്ത് 2-3 അത് കൂട്ടി മാത്രം നമുക്ക് ചോറുണ്ണാം. അതിനകത്ത് 2-3 അതിന്റെ പേരിന് ചെമ്മീനൂടെ ഇട്ടാ ഓടിക്കും. അതെ, പകർക്കും. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. നേരത്തെ കണ്ടത് വാട്ടർ ഹീറ്റർ. ഒരു സിസ്റ്റം കൂടെ വരാനുണ്ട് കേട്ടോ. ഇനിയും എന്തൊക്കെയോ സംഭവങ്ങൾ വരാനുണ്ട്. അത് മുളക് അല്ലേ? പച്ചമുളക് അല്ലേ? ഉണ്ടമുളകുണ്ട്, വെള്ള കളർ മുളകുണ്ട്, കാന്താരി മുളകുണ്ട്. ഇത് എന്നാ മുളക? ഇത് സാധാ പച്ചമുളക്. ഇത് നല്ല എരിവാണോ? അല്ലേ, നല്ല എരിവല്ലേ അമ്മേ? അങ്ങനെയാ നോക്കുന്നത്. ഇരുണ്ട പച്ച കളറുള്ള മുളകിനായിരിക്കും എരിവ് കൂടുതൽ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നേ നേരെ തിരിച്ചാ. ആണോ? അമ്മ പറയുന്നത് വിശ്വസിച്ചാ മതി ഈ കാര്യത്തില്. കണ്ടമാനം കറുപ്പ് കൂടിയ പച്ചമുളകിന് അത്ര എരിവ് കാണുകയല്ല. ആണോ? അച്ഛൻ പറഞ്ഞത് എരിവാണ്, പക്ഷെ പറഞ്ഞു തിരിഞ്ഞു പോയി. അതായത് ഇതിന് വെച്ചുകൂടെ ഇരുണ്ട കളറുണ്ട്, വെളുപ്പ് കൂടി ഈ ടൈപ്പിലായിരിക്കും എരിവ് കൂടുതൽ. അതാ കറക്റ്റ്. കഴിഞ്ഞോ ഇവിടുത്തെ? ഇല്ലില്ല, ഇനി നമ്മൾ താഴെ പോയി കുറെ സംഭവങ്ങളുണ്ട്. അല്ല, ഇവിടുത്തെ മേലത്തെ സംഭവങ്ങൾ മേലെ ഞാൻ ഫുൾ കാണിച്ചു തരാം. ഞാൻ കുറച്ചുകൂടെ പറിക്കാൻ. ഈ സൈഡ് ഫുൾ വെണ്ടയ്ക്കകൾ. ഇത് മുത്തശ്ശൻ വെണ്ടയ്ക്കകൾ. ഒരുപാട് പ്രായം, വെണ്ടയ്ക്ക് പ്രായമായി. കേട്ടോ, പൊക്കം കണ്ടോ വെണ്ട. എന്നാ ഇവിടെ എപ്പോഴും നല്ല രസമാണ്. ഇവിടെ ഒരു കുറെ കുരുവികളൊക്കെ ഉണ്ട്, എന്നിട്ട് അതുങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കും. നല്ല രസമാണ് കേൾക്കാൻ. അല്ല, ഈ കുരുവിയുടെ ഒരു വിചാരം ഇതിന്റെ പുറകെ വരും, ഈ തിളങ്ങണ സാധനത്തിന്റെ ഈ വാട്ടർ ഹീറ്ററിന് പുറകെ. അവരുടെ വിചാരം അവിടെ വേറെ കുരുവിയുണ്ട്, എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഉഗ്രൻ അടിയാ, വേറെ കുരുവിയാന്നാ വിചാരം. അതിനെ കണ്ടിട്ടോ? അതാ മനസ്സിലായില്ലേ? ഇതേ കുരുവി നോക്കിയിട്ട് അതിട്ട് കൊത്തും പോലും. അതിനെ നോക്കി അതിനെ തന്നെ കാണാമല്ലോ. വെണ്ടയല്ലേ, ആ വെണ്ട വന്നിരിക്കും, അപ്പഴാ ഇവരെ കാണുന്നത്. അപ്പൊ ഇത് ഒരു ദിവസം കണ്ടു കാണും, അപ്പൊ മനസ്സിലായി കാണും അവിടെ ശത്രുവാണ്. വേറെ ദിവസമുണ്ട്, ആ പെൺകിളിയാന്ന് തോന്നുന്നു, ഇവിടെ ഒന്ന് ഉഗ്രം കൊത്താ. മറ്റവനെ അവിടെ ഒന്ന് വിളിക്കും, ഹടി പാടി മതി കൊത്തി. എവിടെ പോവാൻ ഒരു കൊത്തി ഒരു പരുവാകുമ്പോ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ അതുപോലെ തന്നെ നമ്മുടെ കാറിന്റെ ഗ്ലാസേലും വന്നിരുന്നു കൊത്തിന്റെ. മണിയനുണ്ടായിരുന്നു പണ്ട് ഇവിടുത്തെ പൂച്ചയില്ല, അവൻ കണ്ണാടിയെ നോക്കി ഭയങ്കര ബഹളായിരുന്നു, എന്നെ വിളിച്ചോണ്ട് വന്നു. വേറെ പൂച്ചയാന്ന്. ഇത് കുഞ്ഞു കുരുവി കേട്ടോ. ഞാൻ കണ്ടു.
നല്ല ഒച്ചയായി. നമുക്ക് താഴത്തെ ഒരു കൂട് വെക്കുന്നത് കാണിക്കാം. താഴെ കൂടില്ലേ? ആ കുരുവിക്കൂടുണ്ട്. അവരുടെ കൂട് താഴെയാ. അത് കുരുവിയല്ല, അത് മറ്റേ അതിന്റെ പേര് ഒരു അവര് കുരുവിയല്ലേ? അത് കുരുവി. ഇതൊരു കുഞ്ഞു സാധനമുണ്ട്. മറ്റേത് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരാൾക്കാരാണ്. നമുക്ക് താഴെ ഒരു കൊച്ചെ നമ്മൾ വേറെ ചെറിയ ഐഡിയ കൂടെ ഇവിടെ ഫോളോ ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ, ഈ വലിയ മുത്തശ്ശമണ്ട കണ്ടോ ഇവിടെ കാണിച്ചു കൊടുത്ത്, ഈ മുത്തശ്ശമണ്ട കണ്ടോ, ഇത് ഇവർക്കൊരു പ്രായമാകുമ്പോഴത്തേക്കും അതാണ്ട് അവരുടെ കാലം കഴിയുമെന്ന് തോന്നുമ്പോൾ അടുത്ത സെറ്റ് നമ്മൾ വിൽക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്പയറി ആകുമ്പോൾ അതുകൊണ്ട് അടുത്തവർ കയറി വരുന്ന കണ്ടോ. അപ്പൊ ഇവരൊരു പരുവത്തിലാകുമ്പോൾ നമ്മൾ അടുത്ത സെറ്റ് വെക്കും കണ്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ കൃഷിയുടെ പാറ്റേൺ പോകുന്നത്. എല്ലാവർക്കും വലിയ പറ്റുന്ന ഒരു പരിപാടി. ആദ്യം കുറേ അധികം സാധനം വരും. കാരണം അവർക്ക് വേണ്ട അത് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവർക്കും വേണ്ടി ഇവർക്കും വേണ്ട, ആർക്കും ഇത് വേണ്ട, അതായാലും അടുത്ത് പോകും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്നാ അറിയോ, 5 സെറ്റ് വെണ്ടയാണ്, 5 സെറ്റ് വെണ്ടയാണ്. പിന്നെ ഉണ്ടല്ലോ അങ്ങനെ 5 സെറ്റ് വെണ്ടയാണെങ്കിൽ നമ്മൾ അത് പോകാറാകുമ്പോൾ അടുത്തത് വയ്ക്കും. ആ തക്കാളി അങ്ങനെ തന്നെ. ഇപ്പൊ ഈ തക്കാളിയൊക്കെ ഒന്ന് പോയല്ലോ, നമ്മൾ അടുത്തത് വെച്ചു കണ്ടോ. ഓക്കെ, മനസ്സിലായി. അമ്മ അതിന്റെ ഇടയിൽ കൂടെ 2 പഴുത്ത് ചുമന്ന തക്കാളി കാണിച്ച. അത് തന്നെ. ഈ റെഡ് കളർ തക്കാളി ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയാണ്. ഇങ്ങോട്ടിട്. അത് അണ്ണാനൊന്നും കണ്ടില്ല. മറ്റേ കോളേജ് ചേർക്കാൻ ചെന്നപ്പോ ചോദിച്ചില്ലായിരുന്നോ, മറ്റേ ലേഡീസിന് വോയിസ് ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? നമ്മുടെ വീട്ടിൽ എന്റെ കൊച്ചു പറഞ്ഞില്ല. ഞങ്ങളുടെ കോളേജിൽ ചെന്നപ്പോഴേ അവിടെ മറ്റേ മോട്ടിവേഷൻ സ്പീക്കിംഗ് പോലെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞേ എന്താ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അമ്മമാർക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ, അപ്പൊ എഡ്യൂക്കേഷൻ അത്യാവശ്യം. അന്നേരം അച്ഛനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങളുടെ അമ്മക്കേ വോയിസ് ഉള്ളൂ. നീ നിൽക്കുന്ന എന്റെ വോയിസ് ഉള്ള അമ്മ. ഇവിടുത്തെ റെഡി ആയി നിൽക്കുന്നു. റെഡി താഴെ പോ. ഇതാ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞി പൂൾ കേട്ടോ. ഇതിന്റെ വീഡിയോ ഞങ്ങൾ എടുക്കാവേ. അതോട്ടും പൂളി ചാടി തണുത്ത് വരച്ച് വന്നിക്കുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പാടിക്കുളം. ഓക്കെ, ടാറ്റാ ടാറ്റാ. അത് കണ്ടോ, ആ ഇരിക്കുന്ന ഒരു കുരുവിക്കൂടാണ്. അവിടെ 2 കുരുവികളും ഒരു കൊച്ചുണ്ടല്ലേ, ഒരു കുഞ്ഞു, ഒരു കുറച്ച് പിള്ളേരും ഉണ്ട്. അവര് നമ്മുടെ ഫ്രണ്ട്സാ. ഈ വെള്ളമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഇവിടെ താമസം. ഇതിനകത്തൊക്കെ ആളുണ്ട്. ഇതിന്റെ അകത്തൊക്കെ കുരുവികളുടെ താമസമുണ്ട്. എന്തേ ഇതിന്റെ അകത്ത് ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ കണ്ടെത്തോ? എടാ മണിയാപ്പി, ഇത് കണ്ടോ? ഹായ് പറഞ്ഞ മണി. ഹായ്. മഴ നനഞ്ഞോണ്ട് ഇപ്പൊ സോഫയിലൊക്കെ കയറി കിടക്കുക. അതുകൊണ്ട് ഇറക്കി വിട്ടു. അതുകൊണ്ട് ഇപ്പൊ ഇവൻ ഇവിടെയാ കിടക്കുന്നേ. കൊല്ലാൻ നിക്കുന്നതിന്റെ തൊട്ട് ഇപ്പൊ സന്ധ്യയായിട്ട്, അതുകൊണ്ട് അത് വെട്ടം കുറവാണ്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. വീടിന്റെ താഴത്തെ ഇവിടെ ഒരു കുഞ്ഞു കുളമൊക്കെ ആക്കിയിട്ട് അപ്പുറം ഒരു കോഴിക്കൂടൊക്കെ ഉണ്ട്. ഇവിടെ വാഴകളുണ്ട്. ഞാനല്ല, വേറെ എന്നെ കൂടാതെ വേറെ വാഴകളുണ്ട് ഇവിടെ. ഇതാ നമ്മുടെ വീടിന്റെ നേരെ ഫ്രണ്ടിലത്തെ കണ്ടം കേട്ടോ. ഇവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുക. ഈ തോട്ടിലാണ് നമ്മൾ ചാടുന്നത്. ഇത് കണ്ടോ, നമ്മള് സാധാരണ കാന്താരി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞി തൈയല്ലേ, പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ കാന്താരി മറ്റേ കാട് പിടിച്ച പോലെയാ വളരുന്നേ. ഭയങ്കര വലിപ്പം, വലിയ ചെടി പോലെ. ഇത് കണ്ടോ, കിട്ടും. അത് മാത്രല്ല, ഇത് കൊറേ നാളായിട്ട് നമ്മുടെ ഇവിടെയുള്ള കാന്താരിയാ. ക്യാമറ ശരിക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര വലുതാ. നല്ല മുഴുത്ത കാന്താരി മുളകാ. നല്ല എരിവാ. അമ്മ എനിക്ക് കഞ്ഞിക്കകത്തൊക്കെ ഇട്ട് തരാറുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, അല്ല കോഴികൾ. ഇവർ മുട്ടയിട്ടാണ് നമ്മൾ എന്നും പുഴുങ്ങി തിന്നുന്നത്. ഇതിന്റെ അകത്ത് താറാവുകളൊക്കെ ഉണ്ട്. കണ്ടോ നിക്കുന്നേ. സൗഹാർദ്ദപരമായിട്ടാണ്. അതെ, ഈ സൈഡിലൊക്കെ വേറെ കുറച്ച് കൃഷിയും കൂടി വരാനുള്ളതാ. ഇപ്പൊ ഇവിടെ എന്നാണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം പൊളിഞ്ഞു പോയി. ഓർക്കുന്നില്ല അന്ന് എണ്ണ കാച്ചിയപ്പോ നമ്മൾ അന്ന് ജ്യൂസ് അടിച്ച ഒരു നാരങ്ങയില്ല, ആ നാരങ്ങയാണ് ഈ നാരങ്ങ. ഇതാണ് കുരു ഇല്ലാത്ത നാരങ്ങ. അപ്പൊ ഇവിടെ ഇനി സംഭവങ്ങളൊക്കെ വരാനുണ്ട്. ആ കത്തിയൊക്കെ ആയിട്ട് അമ്മ വന്നു. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു.
ഓക്കെ അപ്പൊ ടാറ്റ പറിച്ചോട്ടെ അമ്മ രാജോട് ടാറ്റ